ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണിയുടെയും കിരണിന്റെയും ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഗംഗപ്രസാദിന്റെ മരണമാണ് നടന്നിരിക്കുന്നത്. അത് കിരണും വേലുവും രതീഷും മാത്രം ആണ് ആ ഒരു കാര്യം അറിയുന്നതും. കിരണിന്റെ വീട്ടിലെ ഒരു സ്ഥലത്ത് അവനെ കുഴിയെടുത്ത് അതിൽ കുഴിച്ചു മൂടുകയും അതിന്റെ മുകളിലായി ഒരു തെങ്ങും തൈ നടുകയും ചെയ്യുകയാണ്. ഇടയ്ക്ക് ആ തെങ്ങും തൈക്ക് പോയി വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തിലും അതിലുപരി പേടിയിലും തന്നെയാണ്. കാർത്തികയുടെയും അതുപോലെ ദിലീപിന്റെയും വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആശ്വാസവും സന്തോഷവും നൽകുന്നുണ്ടെങ്കിലും ഗംഗ അറിയാതെ മറച്ചു വെച്ചൊരു കല്യാണമാണ്. അതുപോലെ തന്നെ ഗംഗ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവർ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ചിന്തയിലൊക്കെയാണ് പ്രകാശനടക്കമുള്ള എല്ലാവരും. ലക്ഷ്മിയമ്മയും എന്തിനു പറയുന്നു, നമ്മുടെ കല്യാണി വരെയുമായ ഒരു ടെൻഷനിലാണ്. കല്യാണി ഇടക്കിടക്ക് നമ്മുടെ കിരൺ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൻ ഇനി അവരുടെ ജീവിതത്തിലേക്കൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ അവനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ കൂട്ടുകാരാണെങ്കിലും അവനെ കാണാത്തതിലുള്ള ടെൻഷനിലാണ്. അവൻ പോകുമ്പോൾ പറഞ്ഞിരുന്നു, അതെ എന്നെ ഇവിടെ കുറച്ച് സമയത്തിനുള്ളിൽ കണ്ടില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ കരുതിക്കൊള്ളണം എന്ന് തന്നെയാണ് ആ കൂട്ടുകാരന്മാരോട് ഈ പറയുന്ന ഗംഗ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോ തിരിച്ചു വരാതെയാകുമ്പോഴും രാത്രിയായിട്ടൊരു മെസ്സേജ് പോലും അയക്കാതെ വന്നപ്പോഴും അവർക്ക് സംശയം കൂടുകയാണ്. എന്തായാലും അവര് നമ്മുടെ സ്റ്റെഫിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ജയിലിൽ ചെന്ന് സ്റ്റെഫിയോട് ഗംഗയുടെ കൂട്ടുകാരന്മാര് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നു, ആ കാർത്തികയുടെ വിവാഹം അതീവ രഹസ്യമായി നടത്തുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഗംഗ ഞങ്ങളെ കൂട്ടാതെ അവരെ കൊല്ലുമെന്ന് പറഞ്ഞു തന്നെയാണ്, ഒരു തോക്കുമായിട്ടാണ് അവിടേക്ക് പോയത്. പക്ഷേ സമയം കഴിഞ്ഞിട്ട് അവൻ തിരികെ വന്നില്ല. അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതാരും ഇതുവരെയും പുറത്ത് അറിഞ്ഞിട്ടൊന്നുമില്ല, ഒന്നും പുറത്ത് പറയുന്നതായിട്ടും കേട്ടിട്ടില്ല എന്ന് പറയാണ്. എന്തായാലും നമ്മുടെ സ്റ്റെഫി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ഒരു പെറ്റീഷൻ കൊടുക്കണം, ഗംഗയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ അവരങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ കൂട്ടുകാരന്മാർ ഗംഗയുടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കൂട്ടുകാരന്മാർ. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കാർത്തികയുടെ വിവാഹം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും അമലുവിൻ്റെയും വേലുവിൻ്റെയും വിവാഹം നടത്തണമെന്ന് തന്നെയാണ് നമ്മുടെ കല്യാണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ അവരാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട, കാട്ടിലോട്ട് തിരികെ പോകാമെന്ന് തന്നെ തീരുമാനിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവര് പറയുന്നുണ്ട് ഞങ്ങൾ കാട്ടിലോട്ട് തിരികെ പോവാണെന്ന് പറയുമ്പോൾ കല്യാണിയും കിരണും പറയാണ് പറ്റില്ല, നിങ്ങളുടെ വിവാഹം ഇവിടെ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, ഇനി ആ ഒരു വിവാഹത്തിന് നിങ്ങൾ കാലതാമസം ഒന്നും എടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും വേലുവിന് അത് സമ്മതമാവുകയാണ്. പക്ഷെ അമലുവാണ് അപ്പോഴും അവിടെ ഒരു ധർമ്മസങ്കടം പോലെ നിൽക്കുന്നത്. കാരണം ഗംഗയുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടായിരുന്നു, അതിനെ അബോർട്ട് ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ വേലുവിന് അറിയില്ല. വേലുവിനെ ചതിക്കുന്ന പോലെയാണ് അമലുവിന് ആ സമയത്ത് തോന്നുന്നത്. എന്തായാലും കല്യാണിക്ക് അവളുടെ വിഷമം മനസ്സിലാക്കി കല്യാണി അവളെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുകയാണ്. സാരില്ല, നിന്റെ ഭാഗത്ത് നിന്നും തെറ്റ് പറ്റി, പക്ഷെ അത് ഒരിക്കലും വേലു അറിയണ്ട, വേലു അറിഞ്ഞാലും നിന്നെ അവൻ എന്തായാലും വെറുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നീ അതിലൊരു കുറ്റബോധം വിചാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും അമലുവിന്റെ അമ്മ ഈ നാട്ടിലോട്ട് അവർ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് കല്യാണത്തിന്റെ ആ ഒരു സമയത്ത്. അങ്ങനെ എല്ലാവരും ചേർന്ന് നമ്മുടെ അമലുവിൻ്റെയും വേലുവിൻ്റെയും വിവാഹം നടത്തി കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ്. അങ്ങനെ അവൻ അമലുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുകയും പരസ്പരം പൂമാല ചാർത്തുകയും അങ്ങനെ അവരുടെ കല്യാണവും ഭംഗിയായി നടത്തി കൊടുക്കുകയാണ് കല്യാണിയും കിരണുമെല്ലാം. ഇതേ സമയത്താണെങ്കിൽ പെറ്റീഷൻ കൊടുത്ത് പെറ്റീഷൻ ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ, ഗംഗയെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസുകാര് കിരണിനെ തേടി കിരണിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ കിരണ് പോലീസിന്റെ ജീപ്പും പോലീസിനൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു പേടിയും വെപ്രാളവും ഒക്കെ ആ മുഖത്തുണ്ട്. എന്തായാലും കല്യാണിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പോലീസ് വന്നിട്ട് പറയുന്നുണ്ട് ഗംഗപ്രസാദ് നിങ്ങളുടെയൊക്കെ ശത്രു ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ശത്രു ആയിരുന്നില്ല, അവൻ ഞങ്ങളെ ശത്രുവാക്കിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അവനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൂട്ടുകാരന്മാര് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണിയോടും
കിരണിനോടും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരതിന് കൃത്യമായ മറുപടി തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞതിന് ശേഷം പോലീസുകാർ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരുത്തനെ പറ്റിയിട്ടുള്ള ഒരു കേസ് അന്വേഷിക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് തന്നെ ഒരു നാണക്കേടാണ്. അവൻ ഒരു പിടികിട്ടാ പുള്ളിയാണ്, ഒരു ഭൂലോക ഫ്രോഡായതുകൊണ്ട് അവനെ എവിടെയെങ്കിലും തല്ലിക്കൊന്ന് കുഴിച്ചിട്ടാൽ മതിയായിരുന്നു. അത്രയും ഞങ്ങൾക്കൊക്കെ എത്ര വലിയ തലവേദനയാണ്, ഞങ്ങൾക്കൊക്കെ നാണക്കേടാണ് അവനെ പിടിക്കാൻ പറ്റാത്തതിലുള്ള ആ ഒരു വിഷമവും സങ്കടമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്തായാലും അവർ പരാതി തന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒരു ഫോർമാലിറ്റിക്ക് അന്വേഷിച്ചു എന്ന് മാത്രമുള്ളൂ എന്നും പറഞ്ഞ് പോലീസ് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. എന്തായാലും നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടി സരയു അവിടേക്ക് എത്തുകയാണ്, അതായത് ജയിലിലോട്ട്. അങ്ങനെ സരയു കാർത്തികയുടെ വിവാഹം നടന്ന കാര്യം എന്തായാലും ജയിലിൽ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് സരയുവിനോട് രാഹുൽ. അപ്പൊ അതെ, അവളുടെ വിവാഹം കഴിഞ്ഞു, ഞങ്ങൾ വരെ അതീവ രഹസ്യമായിട്ടാണ് വിവാഹം നടത്തിയത്, ഞാനും അമ്മയൊന്നും പങ്കെടുത്തില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അവൻ എന്നാ തിരിച്ചു വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പരോള് കഴിഞ്ഞിട്ട് നമ്മുടെ മനോഹർ സരയു ചോദിക്കുന്ന സമയത്ത് അങ്ങനെ അവൻ വന്നിട്ട് 1-2 ദിവസമായി എന്ന് പറയുകയാണ്. അവൻ അവിടെ വന്ന് എന്തെല്ലാം ചെയ്തു എന്നറിയോ? ആ കല്യാണി അവർക്കൊക്കെ അവന് ഫുൾ സപ്പോർട്ടായിരുന്നു. അന്ന് ആശുപത്രിയിൽ കിടന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. പിന്നെ ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി നഴ്സിന്റെ വേഷത്തിൽ പോയി അവനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവളാണ് അത് തടഞ്ഞത്, അതെന്നെ കണ്ടുപിടിച്ചതൊക്കെ അവളാണ് എന്ന് പറയുന്നുണ്ട്. അവളിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ശത്രുവായി മാറുകയാണ് അച്ഛ എന്നിങ്ങനെ പറയുമ്പോഴും അത് ശരിയാണ് മോളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ ശത്രു അവൾ തന്നെയാണ്. അവൾ നമ്മുടെ കമ്പനിയിലോട്ട് ആ ക്യാൻറ്റീനിലോട്ട് വന്നതിന് ശേഷം തന്നെയാണ് ഈ കിരണിന്റെ മനസ്സ് അവൾ കീഴടക്കിയതും കിരണിന്റെ ജീവിതത്തിലേക്ക് അവള് പിടിച്ചു കയറിയതും. അന്ന് തുടങ്ങി നമ്മുടെ തകർച്ച. അതിനുശേഷമാണല്ലോ മോൾക്ക് അവനെ നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ മോള് മനോഹറിനെ സ്നേഹിച്ചതൊക്കെ. അവള് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതമൊന്നും ഇങ്ങനെ ആവില്ലായിരുന്നു, അവള് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ സരുവിനെ നല്ല രീതിയിൽ മൂർച്ച കയറ്റി കൊടുക്കുകയാണ്. എന്തായാലും ഞാനിനി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിനി എന്തായാലും കിരണിനെ സ്നേഹിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ ഇനി ഒരേ ഒരു അച്ഛനുള്ളൂ, അത് കിരൺ തന്നെയാവട്ടെ. അവളെ കല്യാണിയെ അവൻ്റെ ഭാര്യ സ്ഥാനത്ത് നിന്ന് ഞാൻ തീർപ്പിക്കും, അതിനുശേഷം ഞാൻ അവനെ വിവാഹം കഴിക്കും അച്ഛ എന്ന് പറയുമ്പോൾ രാഹുൽ ഒരുപാട് സന്തോഷമാവുകയാണ്. ഇത്രയും നാളും ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും സരീൻ്റെ തലയിലോട്ട് അതൊന്നും കയറിയിരുന്നില്ല. കല്യാണിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിരുന്നതൊക്കെ, അങ്ങനെ ഒരു ആഗ്രഹം തനിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന രാഹുലിന് സന്തോഷമാവുകയാണ്. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം അവൾ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടും കാര്യമില്ല, അവരെ തമ്മിൽ അകറ്റാൻ ആർക്കും സാധിക്കില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഇവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് താരയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ താര അത് രൂപയൊക്കെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ രൂപയും ചന്ദ്രസേനനൊക്കെ അത് അറിയുകയാണ്. അതുപോലെ കല്യാണിയും കിരണും മനസ്സിലാവുന്നുണ്ട് അവളുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ സമയത്ത്. അതിനുശേഷം രൂപ തൻ്റെ വീട്ടിൽ നിന്നും അവളെ അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശാരിയോട് മകളെ മര്യാദയ്ക്ക് വളർത്താനും തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അഭയം തന്ന ആ കൈക്ക് തന്നെ നീ തിരിഞ്ഞു കൊത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ രൂപ അവളെ അടിച്ചിറക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും കാണാൻ പോകുന്നത്. കല്യാണിയെ തകർക്കാൻ നോക്കുന്ന സരയുവിന് ഒരിക്കലും ഒരു വിജയം ഉണ്ടാകില്ല, എല്ലാവരും അവളെ വെറുക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.